ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റുകയാണ്. അല്ല, നല്ല കാര്യം. നമ്മളെല്ലാം ആവശ്യപ്പെട്ടിരുന്നതാണ്. അന്ന് ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഇവർ പുരോഗമനവാദികളുമാണെന്നുള്ള ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, ഞങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾ ഭയങ്കര പിന്തിരിപ്പന്മാരും ഇവർ ഭയങ്കര നവോത്ഥാനവാദികളുമായിരുന്നു അല്ലേ? നവോത്ഥാന പ്രസ്ഥാനം എന്തെല്ലാമായിരുന്നു. ബാക്കി ഈ കാര്യം ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം വരുത്തരുത്, അത് അപകടകരമായ ചില പ്രവണതകൾക്ക് വഴിവെക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പിന്തിരിപ്പന്മാരായിട്ടാണ് ഇവർ ചിത്രീകരിച്ചത്. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് ഇത് മാറ്റുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ തീരുമാനം നല്ലതാണ്, നേരത്തെ എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ്. ഈ കുഴപ്പം മുഴുവനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊന്നും അതിനകത്ത് കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതെല്ലാം തെറ്റുകളാണ്, മുഴുവൻ തുടർച്ചയായി തെറ്റുകളാണ് സംഭവിച്ചത് എന്നതിൻ്റെ കുറ്റസമ്മതം കൂടിയാണ്. ഒരു പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അവർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തെല്ലാം തീരുമാനങ്ങളാണ് വരുന്നത്. ഇത്ര സ്പീഡാണ് ഗവൺമെൻറ്റിലെന്ന് നേരത്തെ ആർക്കും തോന്നിയില്ലല്ലോ. ഇപ്പം മന്ത്രിസഭാ യോഗം വരുമ്പോൾ എന്താണ് നടക്കുന്നത്? പിന്നെ പിൻവാതിൽ നിയമനം നടത്താൻ അത് സ്ഥിരീകരിക്കാൻ നോക്കുന്നു. ഒരു UDF സർക്കാർ വരുമ്പോൾ ഒരു പിൻവാതിൽ നിയമനം ഉണ്ടാവില്ല അവിടെ. അതെല്ലാം റദ്ദാക്കുക, ഒരു സംശയം വേണ്ട. ഒരു പിൻവാതിൽ നിയമനവും നിയമവിരുദ്ധമായ ഏത് കാര്യം ഏത് മന്ത്രിസഭ കൂടി തീരുമാനിച്ചാലും അതൊരു ജനാധിപത്യ സർക്കാർ നിലവിൽ വരുമ്പോൾ അത് നിയമപരമായി തന്നെ അത് റദ്ദാക്കും, ഒരു സംശയവും വേണ്ട. അത്തരം ഒരു തീരുമാനങ്ങളും പോണ പോക്കിനെടുക്കണ്ട. ഈ 2008 നൽകിയ സർക്കാർ സമർപ്പിച്ചതും ഈ ഹിന്ദുമതത്തെക്കുറിച്ച് അറിയാവുന്ന പണ്ഡിതന്മാരുടെ കമ്മിറ്റി രൂപീകരിച്ച് അവർ പഠിക്കട്ടെ എന്നല്ലായിരുന്നു. അപ്പോൾ അത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത്? ഇപ്പൊ അതൊന്നും അല്ലല്ലോ. ഇപ്പൊ എന്നാ പിന്നെ മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ല, മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ല, മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അത് ഞങ്ങളല്ലല്ലോ മാറിയെന്ന് പറയണത്, ഞങ്ങളല്ലല്ലോ. അഫിഡവിറ്റ് സർക്കാർ കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഞങ്ങൾ മാറ്റുന്നില്ല, ഞങ്ങൾക്ക് അതേ നിലപാട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി. ഒരു കുഴപ്പമില്ല. അല്ലല്ല, ഒരു പഠിക്കണമെന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്തിനാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്? പിന്നെ എന്തിനാണ് കേരളത്തിൽ വൻമതിലുണ്ടാക്കിയത് നവോത്ഥാനത്തിന് വേണ്ടി? പിന്നെ എന്തിനാണ് ഞങ്ങളെ പിന്തിരിപ്പന്മാരെന്ന് വിളിച്ചത്? അപ്പം മാറ്റിയില്ലെങ്കിൽ മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി, സന്തോഷത്തോടുകൂടി പറഞ്ഞാൽ മതി. അത് ഒരു നിലപാടാണല്ലോ, മാറ്റില്ല, അതൊരു നിലപാടാണ്. അതിനുള്ള ധൈര്യമില്ലല്ലോ, അതിനുള്ള ധൈര്യമില്ല. അതിന് പകരം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനം 10 വർഷം ഉണ്ടായി ഏറ്റവും അവസാനം കൂടിയ ക്യാബിനറ്റിൽ ഒരു തീരുമാനം എടുക്കുന്നത് ആരെ ഭയന്ന? ജനങ്ങളെ ഭയന്നാണ് തീരുമാനം എടുക്കുന്നത്. തിരിച്ചടിയാവുമെന്ന് ഭയപ്പെടുന്നുണ്ട് ഉറപ്പായിട്ടും. അതുകൊണ്ടല്ലേ ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ കൊണ്ട് ഇത് വെച്ചത്. ഇത് കഴിഞ്ഞ സുപ്രീം കോടതിയിൽ ഈ കേസെടുത്തപ്പോൾ ഗവൺമെൻറ് ഒരു നിലപാടുണ്ടായിരുന്നില്ലല്ലോ. അത് പറഞ്ഞാൽ മതി. ഇതിനേക്കാൾ വലിയ മലക്കം മറിച്ചില്ലേ, മനസ്സിലായില്ലേ? കീഴ്മേൽ മറിച്ചില്ലേ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. സമയം എടുത്തെന്നില്ല, സമയം. അതിന് കേരളം ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു.